E-Master Digital Education App കേരള സിലബസിൽ 8ാം ക്ലാസ് മുതൽ +2 വരെ ഡൗൺലോഡ് നൗ. 5, 4, 3, 2, 1, 0. അങ്ങനെ സ്റ്റാർ മാജിക് എന്താ തുടങ്ങാത്തതെന്ന് ഇങ്ങനെ കാത്തിരിക്കുന്ന എല്ലാവരോടും ഞങ്ങൾ എത്തിക്കഴിഞ്ഞു കേട്ടോ. ആദ്യം ഞാൻ വന്നു, ഇനിതാ എല്ലാവരും റെഡി ആയിട്ട് നിൽക്കുക. അതിനു മുമ്പ് ഒഫീഷ്യലി നിങ്ങളെ വെൽക്കം ചെയ്യാണ്. സോ വെൽക്കം ഓൾ ഓഫ് യു ആൻഡ് നൗ യു ആർ വാച്ചിങ് E-Master presents Can Be Online English Star Magic. ഏതായാലും സ്റ്റാർ മാജിക്കില് ഇനി നമുക്ക് വെൽക്കം ചെയ്യേണ്ടത് നമ്മുടെ എൻ്റെ ടീം മെമ്പേഴ്സിനെയാണ്. സോ ഇന്ന് ക്യാപ്റ്റൻസി ആർക്കായിരിക്കും കിട്ടുക, ആർക്കായിരിക്കും ചാർട്ടേഡ് കിട്ടുക ഒക്കെ നമുക്ക് വഴി അറിയാം കേട്ടോ. ആദ്യം തന്നെ ലെറ്റ്സ് വെൽക്കം ദ എൻ്റെ ടീം ടു സ്റ്റാർ മാജിക്. ഇന്നത്തെ ഗസ്റ്റ് ആരാണ്? അത് സർപ്രൈസ്. അത് സർപ്രൈസ് അല്ല, അതിന്റെ അപ്പുറത്തുള്ള സർപ്രൈസ് ഞാൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ഗസ്റ്റിന്റെ മേളിൽ കോമഡി പറഞ്ഞു. അല്ല, ഷിയാസിന്റെ മാസത്തെ ശമ്പളം കെട്ടാണ് സർഫെക്സൽ പരസ്യം പറഞ്ഞു. ഇന്നത്തെ ഗസ്റ്റിന്റെ മേളിലൊരു ഗസ്റ്റ് ഇവിടെ വരുന്നുണ്ട്, പക്ഷെ അത് ആരും അറിയിച്ചിട്ടില്ല. പക്ഷെ ഞാനത് അറിയിക്കാൻ പോവാ. ഷാരൂഖ് ഖാൻ വരുന്നുണ്ട്. അത് വരുമ്പോ കണ്ടോ, ഇവിടെ ആളുണ്ട്. ഇപ്പൊ ഇവിടെ കൂട്ടത്തിലുണ്ടോ? ലക്ഷ്മി ഒന്ന് തിരിഞ്ഞു നോക്കൂ. പക്ഷെ വേറൊരു കേസുണ്ട്. തങ്കച്ചന് മണിയനീച്ചയുടെ ഫിഗർ ചെയ്യാം, ആ കണ്ണാടിയും കൂടെ വെക്കണം. ഇങ്ങനെ നിന്നതിന്റെ പേരിലാ കാണാഞ്ഞത്. കേരളത്തിലില്ലായിരുന്നു, മയ്യനാട്ടുണ്ടായിരുന്നു. എവിടെയായിരുന്നു? ചെറിയ ചെറിയ പരിപാടികളൊക്കെ ആയിട്ട്. അല്ലെ, നമ്മളിവിടെ പരിപാടി അവതരിപ്പിക്കുമ്പോ വിളിച്ചിരുന്നു. എന്താ വരാണ്ടിരുന്ന? കുറെ നാളെയല്ലോ കണ്ടിട്ട്. വലിയ പരിപാടി ഇവിടെ നടക്കുമ്പോ അവൻ ചെറിയ ചെറിയ പരിപാടിക്ക് ചെറിയൊരു ഹോട്ടലിലെ വിറക് കീറുവായിരുന്നു. അതെ അതെ, ചെറിയ പരിപാടി ഭയങ്കര സ്റ്റൈലിഷ് ആയി. ജെല്ലൊക്കെ വെറ്റ് ജെല്ലൊക്കെ ഇട്ട് ഭയങ്കര ഫ്രീക്കിന് പ്രിന്റ് മൊത്തത്തില് മാറി. സീരിയസ്ലി നല്ല സ്റ്റൈലിഷ് ലുക്കായി. എവിടെയായിരുന്നു ഇത്ര നാൾ? ഇടയ്ക്ക് വെച്ചിട്ട് യൂട്യൂബ് ചാനൽ ആലോചിച്ച് പറഞ്ഞാൽ മതിയല്ലോ. അപ്പൊ അതില് ഒരു പരിപാടികളൊക്കെ ആയിട്ട്, പിന്നെ മാത്രമല്ല യഥാർത്ഥത്തിൽ വരാഞ്ഞത് പരിപാടിയുടെ കാര്യമല്ല, വാക്സിൻ എടുക്കാൻ കുറച്ച് താമസിച്ചു. അപ്പൊ നമ്മളെല്ലാരും വാക്സിൻ എടുത്തിട്ടാണല്ലോ വരേണ്ടത്. നമ്മളെല്ലാരും എടുത്തിട്ടുണ്ട്. അപ്പൊ പിന്നെ എടുത്തിട്ടാണ് ഞാൻ വന്നത്. ഇപ്പോഴാണ് അതിന്റെ രോഗം വന്നത്. അല്ലല്ല, അതിന്റെ കിട്ടിയില്ല. അപ്പൊ അതിന്റെ കുറച്ച് ഡിലേ വന്നതുകൊണ്ട് അങ്ങനെ ഒരു ഡിലേയും. പിന്നെ അത്യാവശ്യം ഞാനൊരു ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്ത് ഇവൾ വിസ്മയാന്ന് ശരിക്കും നമ്മുടെ ശശുവിന്റെ, അതായത് ഫിലിം മാർഗംകളി നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ സ്ക്രിപ്റ്റ് റൈറ്റർ എന്നുള്ള രീതിയിലും നല്ലൊരു ഡയറക്ടർ എന്നുള്ള രീതിയിലും ശരിക്കും ഇവൾ വിസ്മയ എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്. ഇനിയുള്ള തലമുറയിലെ വിസ്മയമാർ എങ്ങനെ ആയിരിക്കണം എന്നുള്ള വലിയൊരു മെസ്സേജ് തരുന്ന ഷോർട്ട് ഫിലിമാണ് കേട്ടോ.
ഒരു വലിയ ഹാറ്റ്സ് ഓഫ്. കാണാത്തവർ എന്തായാലും ആ ഒരു ഷോർട്ട് ഫിലിം നമ്മൾ കാണണം. ഇനി ഇത്തരത്തിലുള്ള ഒരു വിസ്മയം ഉണ്ടാവാൻ പാടില്ല. പ്രതികരിക്കണം നമ്മൾ. മകളുള്ളതാണ്. അയ്യോ. അപ്പൊ അതാണ് നമ്മുടെ പ്രതികരിച്ചുള്ള പ്രതികരിച്ചു. ഇതാണ്. അല്ല പക്ഷെ ശശു നമുക്കൊരു വിഷമമുണ്ട്. നമ്മളിവിടെ റെഗുലർ ആയിട്ടുള്ള ആൾക്കാർ നമ്മളെ ആരും വിളിച്ചില്ല അല്ലോ ചെയ്യാനായിട്ട്. അല്ല. നമ്മളെ വിളിച്ചില്ല. ഇതിലെ നായിക നമ്മുടെ കൊച്ചാണ്, നമ്മുടെ സ്റ്റെഫി ലിയോൺ. ഇപ്പൊ ഇവിടെ ഇല്ലല്ലോ. ലക്ഷ്മി, എന്റെ മനസ്സ് കാണാതെ പോകരുത്. ഞാനിപ്പോ ഒന്നും പറഞ്ഞില്ല, ഇവിടെ ഉള്ള ഈ നിൽക്കുന്ന ആരെങ്കിലും ഞാൻ വിളിച്ചിട്ടില്ല എന്ന്. പക്ഷെ എന്റെ അടുത്ത ഡയറക്ഷനില് സ്ക്രിപ്റ്റില് നായകന്മാരായിട്ട് നമ്മൾ ഇത്രയും പേരെ വെച്ചിട്ടുള്ളൊരു കഥയാണ്. നമുക്ക് പറയാവുമെങ്കിലും എനിക്ക് ഈ സാഹചര്യത്തിൽ രണ്ടുപേരെയും കൂടെ ഒരു നായകനെയും ഒരു നായികയും കൂടെ വിളിക്കാനുണ്ട്. അപ്പൊ കാസ്റ്റിംഗ് കുറച്ചും കൂടി ഈസി ആയിരിക്കും. നമ്മളൊക്കെ മാറി നിൽക്കേണ്ടി വരും. ഏതായാലും ഇന്നത്തെ എപ്പിസോഡിലേക്ക് വളരെ സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാൻ. നമ്മൾ എന്ത് പറഞ്ഞാലും നോ പറയില്ല. ഗെയിമിന് ഗെയിം, കൗണ്ടേഴ്സിന് കൗണ്ടേഴ്സ്, ബുൾസൈ അടിക്കണമെങ്കിൽ ബുൾസൈ, ഒക്കെക്ക് കട്ടയ്ക്ക് നമ്മുടെ കൂടെ ഉണ്ടല്ലേ. നമുക്ക് വെൽക്കം ചെയ്യാം നമ്മുടെ സ്വന്തം ഷാജോൺ ചേട്ടൻ. ഹലോ, പട്ടണത്തിൽ നിന്ന് വിരമിച്ചു വന്നാണോ? പെട്ടെന്ന് ചാടി പോകുന്നതാണ്. എനിക്ക് അവിടെ ഇരുന്നിട്ട് ഇരിക്കപ്പുറത്ത് വരുന്നില്ല. ആണല്ലേ? നിങ്ങളുടെ തമാശകൾ കേൾക്കാതെ അവിടെ പോയാൽ യുദ്ധത്തിൽ അവിടെ ബ്രിഗേഡിയർ വരുന്നു, നീ പോയി ഒന്ന് ചിരിപ്പിച്ചിട്ട് വരുന്നു. ചേട്ടാ ഡാൻസ് കളിച്ചിട്ട് കിതയ്ക്കൊന്നും പറയില്ല. ഇല്ല കട്ടക്ക് നിൽക്കുന്നുണ്ട്. അതെ സംസാരം ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മള് ഈ കുറെ ആളുകളെ സമ്മതിക്കേണ്ട കുറെ ആളുകളുണ്ട്. നമ്മൾ ഈ സ്റ്റേജിലൊക്കെ പ്രോഗ്രാം കളിക്കുമ്പോഴേ ഗാനമേള തുടങ്ങുമ്പോ മുതൽ ഡാൻസും കളിക്കും, അമ്പലപ്പറമ്പിൽ കിടന്ന് അടി ഉണ്ടാക്കും, പോലീസ് വരുമ്പോ ഓടുകയും ചെയ്യും. അവരുടെയൊക്കെ ഒരു സ്റ്റാമിന ആലോചിക്കും അല്ലേ? അപ്പൊ സുധിയുടെ മുഖം മാറിയല്ലോ പെട്ടെന്ന്. ഓടൂന്ന് പറഞ്ഞപ്പോഴാണ് അമ്പലപ്പുറത്ത് ഓടൂന്ന് പറഞ്ഞപ്പോ. അല്ല, ശീലമുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോ ആരും അങ്ങനെ പെട്ടെന്ന് ഞെട്ടില്ല. സ്ഥിരമുള്ളതല്ലേ. കഴിഞ്ഞ കുറെ എപ്പിസോഡുകൾ ഞാൻ വരാൻ പറ്റാതിരുന്ന കുറച്ച് എപ്പിസോഡുകൾ ഞാൻ യൂട്യൂബിലാണ് കണ്ടത്. എന്റെ ദൈവമേ, പറയാതിരിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് ചിത്രത്തിന്റെ ലാസ്റ്റ് സോമനും കൂടെയുള്ള പരിപാടി. ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അവിടെ നിലത്ത് കിടന്ന് ഉരുണ്ട് ചിരിച്ചു. ആ പാന്റെ കൂരിപ്പോട്ടിന്റെ തടത്തയും എന്നാ പാൻറ്റുമായിട്ട് നടക്കും. ഞാൻ നോക്കുക എന്റെ ഭാര്യയൊക്കെ ഇങ്ങനെ സെറ്റിലോട്ട് കിടന്ന് ചിരിക്കുകയാണ്. അത് കഴിഞ്ഞിരുന്നപ്പോഴാണ് വേറെ ദിവസം നോക്കുമ്പോ കാലാപാനി അത് ചിരിച്ച് വയ്യാതായിട്ട് ഒരു രക്ഷയില്ല. ലാസ്റ്റ് अरे डॉक्टर गोवर्धन, तुमने पिघले प्यार कीजिए क्या? हिंदू मुसलमानों, मैं मेरे इलाके का जागता है। इंदा सिख बासिक कोच करो, चिंता पकड़ा चकड़ा पकड़ा होता है। लेकिन राम राम कगल कोकिले के कर क्या करेगी? समझो डॉक्टर गोवर्धन, चूड़ गुड़ कंडा भी गुड़ അമരീഷ്പുരിന്റെ അടുത്ത് മാക്രിയുടെ ചുണ്ടായിരുന്നു. പിന്നെ അതിന്റെ അവസാനം ഷിയാസ് വന്ന് എന്റെ ചക്കര ഉഗ്രനായിരുന്നു കേട്ടോ. കാര്യം പക്ഷെ അതാണ് നന്നായത്. പഠിപ്പിച്ചു വിട്ടിരുന്ന കുഴപ്പമില്ല. വെറുതെ കയറ്റി നന്നായി. കാര്യങ്ങളെല്ലാം അങ്ങനെയാണല്ലോ. ഒന്നും പഠിപ്പിച്ചു വിടണ്ട, തകർക്കുന്നു. ഇപ്പോഴും മനസ്സിലായിട്ടില്ല അപ്പൊ എന്തിനാണ് വന്നത്. ലാസ്റ്റ് എന്ത് പറയണെന്ന് കിറ്റ് ഇന്ത്യ ചേട്ടാ, അവനന്ന് സ്കിറ്റ് മാറി കയറിയതാണ്. അവിടെ നിന്ന് പുഴുത്തു. എന്തായിരുന്നു പ്രേക്ഷകരുടെ നമ്മുടെ വ്യൂവേഴ്സിന്റെ പ്രതികരണം? അതെ അവിടെ മിണ്ടാതിരിക്കാന്നൊക്കെ എല്ലാരും പറയണേ. അപ്പൊ സ്കിറ്റ് ചെയ്തപ്പോ എല്ലാരും ഷിയാസ്ക്ക് സ്കിറ്റ് ഒക്കെ ചെയ്യുമെന്ന്. ഇനി എല്ലാ സ്കിറ്റിലും വേണം. ഞാൻ പറഞ്ഞ അല്ല അതാരാ പറഞ്ഞേ?
അല്ല, എല്ലാ സ്കിറ്റിലും വേണു ആ പറഞ്ഞവരെ അവൻ തന്നെ അവൻ തന്നെ പറയണത്. അനൂപിനോട് റിക്വസ്റ്റ് ഉള്ളത് നമ്മുടെ എല്ലാവരെയും ഇവരുടെ കൂടെ തന്നെ വിടണം. തങ്കച്ചനും ബിനു അഖിലും ഒക്കെ നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ ബാക്കിയുള്ള നമ്മുടെ ലേഡീസിനെ ഗേൾസിനെ അടക്കം ഓരോ ക്യാരക്ടേഴ്സ് ആയിട്ട് കേട്ടു. കാരണം അവരുടെ പെർഫോമൻസ് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ആൾക്കാർ. കാര്യം ഒരുപാട് പേരെന്നോട് വന്ന് ഷിയാസ് വന്ന് തകർത്തല്ലോ, അപ്പോൾ ബാക്കിയുള്ളവർക്ക് കൂടെ അങ്ങനെയുള്ള ഒരു ചാൻസ് കൊടുക്കാൻ പറയണം. അപ്പൊ ഞാനിപ്പോൾ എല്ലാവരും മുന്നേ വെച്ചൊന്ന് റിക്വസ്റ്റ് ചെയ്യണം നമ്മുടെ അനൂപ് സാറിനോട്, ബാക്കി എല്ലാവർക്കും ഇവരുടെ കൂടെ ഒന്ന് പെർഫോം ചെയ്യാനുള്ള ചാനലിൽ നിന്ന് കരാർ ഒപ്പുവെച്ചെന്ന് തോന്നുന്നു. പൊളിക്കാനുള്ള നമ്മളെ ലേഡീസ് എല്ലാം കൂടെ സെപ്പറേറ്റ് ഒന്ന് കണ്ടെന്ന് തോന്നുന്നു. ചേട്ടാ ഇങ്ങനെ പറഞ്ഞേക്കാം. അല്ലല്ല, എന്റെ ഫാമിലിയിലെ തന്നെ ആൾക്കാർ ചോദിച്ചാൽ സോമൻ ആ നടപ്പ്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു കുറ്റവാളിയാണ് നീയെ. അല്ല, നീയില്ല, നീയെ നീയില്ല, നീ വേറെ എന്തെങ്കിലും മസാല ദോശ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. നീയെ. ഇത് MG സോമനൊക്കെ നെയ്യുമായിട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും തങ്കു? അയ്യോ എന്റെ ഷാജൻ ചേട്ടാ, ഞാൻ MG സോമനാണോ? അതെ, MG സോമൻ ഒരിക്കലും നീ എന്ന് പറയില്ല. പിന്നെ നെയ്യ്. ഇങ്ങനെ വിളിക്കും. നെയ്യ്. I am sub inspector തിപ്പിറോപ്പറേക്ക്. ഒരു ഗസ്റ്റ് വന്നിട്ട്, അതായത് അദ്ദേഹം ഇല്ലാത്ത ഒരു എപ്പിസോഡിനെ കുറിച്ചിട്ടാണ് ഇത്രയും നേരം റിവ്യൂസ് പറഞ്ഞത്. ദാറ്റ് മീൻസ് എത്രത്തോളം നമ്മുടെ സ്റ്റാർ മാജിക്കിനെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുള്ളത്. മറ്റേത് ലൈവായിട്ട് ഇവിടെ നിന്ന് കാണും, ഒരു പക്ഷേ ബിസിനസ് ഷെഡ്യൂളിൽ വീട്ടിൽ പോയി കാണാനുള്ള സമയം കിട്ടിയെന്ന് വരില്ല. പക്ഷേ വീട്ടില് ഒരു ആർട്ടിസ്റ്റാണ്, ഒരു ആക്ടർ, ഒരു ഡയറക്ടറാണ്. ഇദ്ദേഹത്തിന്റെ വൈഫിന്റെയും റിവ്യൂ ആണ് പറഞ്ഞത്. വീട്ടിൽ ഒരുമിച്ചിരുന്ന് നിങ്ങൾ തല തല്ലിച്ചിരിച്ചെന്നല്ലേ. അപ്പൊ ഈ ഒരു ഷോ എത്രത്തോളം ഇഷ്ടമാണ് എന്നുള്ളത് വളരെയധികം എവിഡന്റ് ആണ്. താങ്ക് യു സോ മച്ച്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഓൾറെഡി ഷാജോൺ ചേട്ടന്റെ പ്രസൻസ് നമുക്ക് കിട്ടിയ ഈ ഒരു സാന്നിധ്യത്തിൽ നമ്മൾ ഹാപ്പിയാണ്. ഇനി ഹാപ്പിനെസ് ഒന്നും കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരാളെയും കൂടെ വെൽക്കം ചെയ്യണം. ഇന്നത്തെ എപ്പിസോഡിലേക്ക് നമുക്ക് വെൽക്കം ചെയ്യാം നമ്മുടെ സ്വന്തം നവ്യ ചേച്ചി. വെൽക്കം ചേച്ചി അല്ല, അത് നവ്യ ചേച്ചി. അയ്യോ, കേറുന്നുണ്ട് അടിമാലി വെൽക്കം തൊട്ട് തുടങ്ങി. എന്റെ ബിനു അടിമാലി ഇങ്ങനെയല്ല. അത് കഴിക്കും. എന്റെ ബിനു അടിമാലി ഇങ്ങനെയല്ല. തൊടുന്ന കൗണ്ടർ എല്ലാം ഇങ്ങനെ ചീറ്റി പോണേ. എന്റെ ബിനു അടിമാലി ആശുപത്രി കൊണ്ട് കാണില്ല. നമുക്ക് എവിടെയെങ്കിലും കൂടെ കാണിക്കാം. ഹലോ മിസ്റ്റർ തങ്കു, ഒരു കാര്യം ഞാൻ പറയട്ടെ. വിനിച്ചേട്ടന്റെ കൗണ്ടർ 1-2 ചീറ്റി പോകുന്നല്ലാതെ മൊത്തത്തിൽ ചീറ്റത്തേ ഇല്ല. ചീറ്റാത്ത ഒരാൾ മാത്രമേ ഉള്ളൂ. സുധിയന്റെ കൗണ്ടർ ചീറ്റത്തില്ല. കൗണ്ടർ പറയാത്തോണ്ടല്ലേ? അല്ല, പുള്ളി ഉറങ്ങിക്കൊണ്ടിരിക്കില്ലേ, അപ്പൊ ഇപ്പൊ കൗണ്ടർ പറയും. വേറൊരു കാര്യം കൂടെ പറയണം. നമ്മളിപ്പോ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമില്ല, പക്ഷെ ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പൊ എനിക്ക് ഇതിവിടെ ഷെയർ ചെയ്യണം തോന്നി. ഉറപ്പായിട്ടും ചേട്ടാ. ഞാനൊരു 50 ഇട്ട്. നമ്മുടെ ഒരു സിനിമ വരുന്നുണ്ട്. നമ്മുടെ നാഷികയാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. ദിലീപേട്ടനും ഉർവശിയും കൂടെയാണ് കോമ്പിനേഷൻ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ നാഷികയും കോട്ടയം നസീറിക്കയും നമ്മുടെ ദിലീപേട്ടനും കൂടെ ആ പടം ഫുള്ള് കണ്ടു. അപ്പൊ കണ്ടു കഴിഞ്ഞപ്പോ സിനിമ നല്ലൊരു സിനിമയാണ്. വളരെയധികം ഫുൾ ചിരിച്ച് നമ്മൾ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും. അതെ, അത്തരത്തിലൊരു സിനിമ എനിക്ക് തോന്നുന്നു ആളുകൾ വെയിറ്റിംഗ് ആണ്. ത്രൂ ഔട്ട് ചിരിയാണ്. ഉഗ്ര സിനിമയായിരിക്കും. അപ്പൊ എനിക്ക് എന്റെ കഥാപാത്രത്തെ കഴിഞ്ഞ് സന്തോഷം തോന്നിയ ഒരു കാര്യം, നമ്മുടെ ബിനു അടിമാലി അതിൽ ഗംഭീരമാണ്. കാരണം
നമ്മള് ഈ ബിനുവിന്റെ ഇതുവരെ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു തമാശ പരിപാടികളല്ലാതെ കുറച്ച് തമാശകളുണ്ട്. എന്നാൽ വളരെ സീരിയസ് ആയിട്ട് ദിലീപേട്ടൻ്റെ ഒപ്പം നിൽക്കുന്ന ഒരു ഞാനൊക്കെ കുറെ മുൻപ് ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. ദിലീപേട്ടൻ്റെ കൂട്ടുകാരനായിട്ടൊക്കെ അഭിനയിക്കുക എന്ന് പറയുന്നത് ഏതൊരു കലാകാരന്റെ ഒരു ഡ്രീമാണ്. അപ്പൊ അത്തരത്തിലൊരു സിനിമയിൽ ദിലീപേട്ടൻ്റെ ഒപ്പം നടക്കുന്ന സ്കോർ ചെയ്യാൻ പറ്റും. എന്നാൽ ചില സീനുകളിൽ ഇമോഷണലായിട്ട് പെർഫോം ചെയ്യേണ്ട ഒരു കഥാപാത്രമാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു നെക്സ്റ്റ് ലെവൽ ക്യാരക്ടേഴ്സിനോട്ട് ബിനുവിന് കോള് വരാൻ സാധ്യതയുള്ളൂ. ഒരു കലാകാരൻ, ഒരു മിമിക്രിക്കാരൻ, അതിലുപരി ഒരു സഹോദരനെ പോലെ ഞാൻ സ്നേഹിക്കുന്ന ഒരാളെന്നുള്ള നില ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട ബിനു, എല്ലാവിധ ആശംസകളും. എല്ലാം നീ നല്ലൊരു ആക്ടറാണ്, നല്ലൊരു കൊമേഡിയനാണ്, അതെല്ലാവർക്കും അറിയാം. പക്ഷേ ഇപ്പൊ പ്ലാൻ ചെയ്ത് കയറിയിട്ടുള്ള ഈ സംസാരം അവൻ ഉണർന്നു. അവനിലെ കൂതറ കൊമേഡിയൻ പുറത്തു ചാടി. സ്റ്റാർ മാജിക് ഷോന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു ഫാമിലിയാ. ഇതില് ആരിലേക്ക് ഒരു അംഗീകാരം കിട്ടിയാലും അത് എല്ലാവരിലേക്കും കിട്ടുന്ന ഒരു വലിയൊരു ക്രെഡിറ്റ്. അപ്പം ഈ ഒരു എനിക്ക് സ്റ്റാർ മാജിക് എന്റെ സിസ്റ്ററിൻലോ ലക്ഷ്മി എന്നാണ് സിസ്റ്ററിന്റെ പേര്. എന്നോട് കുറച്ച് ആൾക്കാർ അന്വേഷണം പറയണമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ എല്ലാ ദിവസവും വരുമ്പോ അത് മറന്നു. അപ്പൊ കാരണം അവൾക്ക് സ്റ്റാർ മാജിക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോ സ്റ്റാർ മാജിക്കില് പിന്നെ ലക്ഷ്മിയോട് പ്രത്യേകം അന്വേഷണം പറയണം, പിന്നെ അനുവിനോട് പ്രത്യേകം അന്വേഷണം പറയണം എന്ന് പറഞ്ഞു. ശംഖുവിനോട് പ്രത്യേകം അന്വേഷണം. അപ്പൊ അങ്ങനെ ഞാൻ എനിക്കറിയാം, ഞാനും അന്വേഷിച്ചിരിക്കണോ? അല്ല അല്ല, അതില് നമ്മളത് അറിഞ്ഞു ചെയ്യണമല്ലോ. അപ്പൊ അങ്ങനെ സ്റ്റാർ മാജിക്കിലെ എല്ലാവരെയും, അതുപോലെ സ്റ്റാർ മാജിക്കിന്റെ ഡയറക്ടർ അനൂപ് ജോണിനെയും പ്രത്യേകം അന്വേഷണം പറയുന്നു. പക്ഷെ കാണാൻ പറ്റില്ല. ഇതിന്ന് എല്ലാരും കണക്കാക്കി ഇറങ്ങിക്കാൻ. ഫോൺ നമ്പരോ? ഫോൺ നമ്പർ തരും. ഫോൺ നമ്പർ തരില്ല. എല്ലാരും കാണിച്ചപ്പോഴേ ചേട്ടൻ ഹായ് എന്നിങ്ങനെ ഹായ് ഇങ്ങനെ പറഞ്ഞപ്പോ നമ്മുടെ അന്ന ഇന്നൊരു കോമഡി അല്ല, അത് സീരിയസ് ആ പറഞ്ഞേ. ഞങ്ങളല്ല, സുധിയുടെ അടുത്താ പറഞ്ഞേ. ചേട്ടാ ഇപ്പൊ അങ്ങനെ വെള്ളം അടിക്കൊന്നും വേണ്ട, ചോക്ലേറ്റ് ഉണ്ടെന്ന് ഊസാവുന്ന. അതുകൂടാതെ വേറൊരു ടിപ്സ് പറഞ്ഞു. ചേട്ടാ നമ്മള് ഒരു തേങ്ങ എടുക്കണം, തേങ്ങ എടുത്തിട്ട് അതിന്റെ കണ്ണ് തുളയ്ക്കണം, എന്നിട്ട് ഇതിനകത്തൊക്കെ റം ഒഴിക്കണം. റം ഒഴിച്ചിട്ട് ഈ തേങ്ങ കൊണ്ടൊന്ന് വെയിലത്ത് വെക്കണം. അപ്പൊ ഈ തേങ്ങയുണ്ടല്ലോ ഈ റമ്മ് വലിച്ചു കുടിക്കും. എന്നിട്ട് ഈ തേങ്ങ തല്ലിപ്പൊടിച്ചിട്ട് തേങ്ങയുണ്ടല്ലോ അത് തിന്നാൻ പൂസാവുന്നു. ഞാൻ കാര്യം പറയട്ടെ, ഇവളുടെ മുടി ഇങ്ങനെ ചെയ്ത് ചുരുണ്ടുപോയതാന്ന് തോന്നുന്നു. ഇങ്ങനൊന്നും പറയരുത് മോൾ, ഒരിക്കലും ഇങ്ങനൊന്നും പറയരുത്. ഒന്നാമത് രാവിലെ എഴുന്നേറ്റ് പാമ്പിനെ കൊത്തിച്ചോണ്ട് വരുന്ന ആളോട് ഇതൊക്കെ പാമ്പിനെ കൊത്തിച്ചിട്ട് ഇങ്ങോട്ട് വരുന്നു. സുധി പറയാ പിന്നെ അന്ന് നടക്കണ കാര്യമല്ലെന്ന്. ഇത് ഒഴിച്ചിട്ട് അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഒരു ദിവസം കാത്തിരിക്കാനുള്ള ക്ഷമയൊന്നും എനിക്കില്ല. അറിയാ സൂപ്പർ കൊമേഡിയൻ, അടിപൊളി. എല്ലാരും അങ്ങനെ പറയുന്നത്. എന്താ ഡോക്ടറെ ശശാങ്ക എന്നെ വെച്ചിട്ടുള്ള കഥ പറ. ഷോർട്ട് ഫിലിമിലെ അതെ ചേട്ടൻ ഇപ്പം അടുത്തൊരു ഷോർട്ട് ഫിലിം അല്ല സിനിമയാണെന്ന് ചേട്ടൻ പറഞ്ഞല്ലേ? സിനിമ ഏതാ ചേട്ടൻ ഞങ്ങളെ വെച്ച് ചെയ്യാൻ പോണതേ? ഇവരെ വെച്ചിട്ട് ഇപ്പൊ ഷോർട്ട് ഫിലിമിന് ശേഷം സിനിമ ചെയ്യുന്നുണ്ട്. എല്ലാരും ഉണ്ടോ? അല്ല, ഒരു കാര്യം, ഷാജു ചേട്ടനും നവി ചേച്ചി ഉള്ള സ്ഥിതിക്ക് ഈ കഥ കേട്ടിട്ട് ഇതിൽ ഇവരുടെ ഒരു കാസ്റ്റിംഗ് പറഞ്ഞു തരണം. അല്ലേ ലക്ഷ്മി, നിർത്തി കൊല്ലുന്ന ശരിയല്ലല്ലോ, അവിടെ ചെന്നിരിക്കട്ടെ. അങ്ങനെയല്ല, ഒരു തിരക്കഥയൊക്കെ കേൾക്കാന്ന് പറയുമ്പോ അത് ഇരുന്ന് കേൾക്കാൻ അതിന്റെ ഒരു ആഠ്യത്വം അല്ലേ? അല്ലേ? അല്ല, ഇവർക്ക് കൊടുക്കുന്ന ഒരു മര്യാദ അതാണല്ലോ കഥ പറയുമ്പോൾ. യെസ്. അപ്പൊ ഇതിലും ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഷാജുൻ ചേട്ടനെയും നവി ചേച്ചിയും വളരെ സ്നേഹത്തോടെ നമ്മൾ വെൽക്കം ചെയ്യാണ്. വെൽക്കം ഓൾ ഓഫ് യു. ഇത് സ്റ്റാർ മാജിക്. ഇനി കഥ ശ്രദ്ധിച്ച് കേൾക്കുക. ഇതില് ഒരുപക്ഷെ അല്ലേ നമുക്ക് എല്ലാരും എന്നെ മനസ്സിൽ കണ്ട് ശശാങ്കന്റെ അല്ല എന്താണെങ്കിലും ഷാജു ചേട്ടാ നിങ്ങൾ പറയണം ഈ കഥ. കാസ്റ്റിംഗ് ഡയറക്ടേഴ്സ് ആണ് നിങ്ങൾ രണ്ടുപേരും. ആപ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ. കാരണം ഇത്രയും പേരെ വെച്ചിട്ടൊരു കഥയൊക്കെ എഴുതാന്ന് പറഞ്ഞാൽ വളരെ പാടുള്ള. പക്ഷെ വേറൊരു കാര്യം, വേറെ ആർക്കും വിഷമം തോന്നരുത്. നല്ല ക്യാരക്ടേഴ്സ് വല്ലതും ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ ഒരെണ്ണം എടുത്തുനിന്ന് വരും. നിങ്ങൾക്ക് ഒരു പ്രിഫറൻസ് തന്നിട്ടേ ഉള്ളൂ. ചേട്ടനൊക്കെ അഭിനയിക്കാന്ന് പറഞ്ഞാൽ എന്നാ ഞാൻ കഥ പറയില്ല, നിങ്ങളൊക്കെ മതിയെന്ന്. അല്ല നന്ദി ചേട്ടാ. ഉള്ളതിൽ നടുകണ്ട എനിക്കറിഞ്ഞേ നടുകണ്ടു. ആന്നടാ ചേട്ടനൊക്കെ അഭിനയിക്കുമെന്ന് പറഞ്ഞാൽ നിനക്ക് സംശയമുണ്ടോ പുള്ളി അഭിനയിക്കുമെന്ന്? ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇവരെ എല്ലാരെയും നല്ലോണം അറിയാം, ഭയങ്കര ഇഷ്ടമാണ് എല്ലാരും. അപ്പൊ അതുകൊണ്ട് ഒരു പാർഷ്യാലിറ്റിയും കാണിക്കില്ല. ഒരിക്കലും
ഒരിക്കലും കാഷ്വാലിറ്റി കാണിക്കരുത്. ശാശ്വതല്ലേ പാർഷ്യാലിറ്റി, ഒരാളോട് കൂടുതൽ താല്പര്യം. അത് കാണിക്കരുത്. ചേട്ടാ, നമ്മുടെ കഥ നടക്കുന്നത് വളരെ പ്രശാന്ത സുന്ദരമായ നല്ല മലകളും പുഴകളും തോടുകളും ഒക്കെ ഉള്ള, അതാരാ പുതിയ സാധനം ഇട്ടത്? തങ്കച്ചൻ അവനെ പുതിയൊരു ബുള്ളറ്റ് മേടിച്ചടാ. ആ പുതിയൊരു ബുള്ളറ്റ് മേടിച്ചടാ. സംഭവം കാലെത്തുന്നില്ല. ആ സമയത്ത് സ്റ്റാർട്ട് ചെയ്തതാണോ? കാലെത്തുന്നില്ല, കലുങ്ക് വേണം കേറുന്ന ഓടി. എനിക്ക് ഗ്രാമം എന്ന് പറയുമ്പോ ശശു പറഞ്ഞു തുടങ്ങിയപ്പോഴേ ചതിക്കാത്ത സിനിമയില് ജയേട്ടൻ ഇങ്ങനെ കഥ പറഞ്ഞു തുടങ്ങി. പ്രശാന്ത സുന്ദരമായ ഗ്രാമം. ആ ഗ്രാമത്തിലാണ് നമ്മുടെ നായകൻ. ചേട്ടാ, നായകൻ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും സങ്കല്പം പോലെ തന്നെ എന്റെ സങ്കല്പം അത്യാവശ്യം നല്ല പൊക്കം വേണം, നല്ല സൈസ് വേണം, നല്ല ശരീരമായിരിക്കണം, നല്ല ഹെയർ സ്റ്റൈൽ ആയിരിക്കണം. ഈ നായകൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജംഗ്ഷനിൽ, അതായത് അവരുടെ മാർക്കറ്റിൽ നല്ല വിളഞ്ഞ കിഴങ്ങ് കച്ചവടമാണ്. പിന്നെ ഓഡിഷൻ വേണ്ട. അപ്പൊ നായകന്റെ കാര്യത്തിൽ തീരുമാനമായി അല്ലേ? അപ്പൊ നായകൻ എന്ന് പറഞ്ഞാൽ കിഴങ്ങിന്റെ ഹോൾസെയിൽ ഡീലറാണ്. ഇവിടുന്ന് കിഴങ്ങ് കയറ്റി അങ്ങോട്ടയക്കും, അവിടുന്ന് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യും. ഇതാണ് പുള്ളിയുടെ ജോലി. അപ്പൊ ഇതുപോലെ തന്നെ നായികയ്ക്ക് പ്രാധാന്യമുണ്ട്. നായിക എന്ന് പറഞ്ഞാൽ കുട്ടിയാണ്, പക്ഷെ വൈറലാവാൻ ശ്രമിക്കുന്ന നായിക. ഇത്രയും പേര് ഇവിടെ നിന്നിട്ട് അനു എന്ന് എടുത്തു പറയാൻ കാരണം അതിന് ആ കഥാപാത്രത്തിന്റെ ആപ്റ്റാണ്. അതായത് കുറച്ച് മണ്ടത്തരൊക്കെ പറയും. അതല്ലേ മണ്ടത്തരൊക്കെ കുറച്ചൊക്കെ പറയുമ്പോ ഇങ്ങനെ ഭയങ്കര ഇന്നസെന്റ് ആയിട്ടുള്ളത് നമ്മുടെ അനു അല്ലേ? അച്ഛനായിട്ടോ. അപ്പൊ കിഴങ്ങും ശരിയായി, ചട്ടിയും ശരിയായി. ഇനി ഒന്ന് പാകം ചെയ്തെടുത്താൽ മതി അല്ലേ? ഇനി വേറൊരു കേസ് എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലൊരു പ്രാന്തനുണ്ട്. അഭിനയ സാധ്യത, അതായത് ഭ്രാന്തൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ചിരിക്കും, ആവശ്യമില്ലാത്തവരൊക്കെ ചിരിക്കും. അതെ, ആ നായകൻ ചിരിച്ചു കഴിഞ്ഞിട്ട് കെട്ടിപ്പിടിക്കോ? അപ്പൊ ആ നായകൻ ക്ലോസ് കിട്ടാൻ വേണ്ടി വന്ന് കെട്ടിപ്പിടിക്കോ? എന്റെ കഥ നീ വായിച്ചെന്ന് തോന്നുന്നു. വായിച്ചല്ലേ, ഏതാണ്ടൊക്കെ അങ്ങനെ ഇതുവരെ പെർഫെക്റ്റ് അല്ലേ? ഇതുവരെ വളരെ ശരിയാണ്, വളരെ ശരിയാണ് ഇതുവരെ. അപ്പൊ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നാട്ടില് ഒരു കൊമേഡിയൻ ഉണ്ട്. ഈ കൊമേഡിയൻ എന്ന് പറഞ്ഞാൽ വേഷപ്പകർച്ച, മാനാവാനും മയിലാവാനും പറന്നു പോകുന്ന ഉറുമ്പാവാനും ഒലിക്കെട്ടി, ഇതിനെല്ലാത്തിനും വെച്ച് ഞങ്ങളുടെ സ്റ്റാർ മാജിക്കിലെ തങ്കു. അപ്പൊ സംഭവം എന്നെ ഇതിനകത്ത് കാസ്റ്റ് ചെയ്തെന്നറിയാം. ഇവന്റെ കോമഡി ഹിറ്റ് ആവാൻ വേണ്ടിയാണ് എന്നെ ചിരിപ്പിക്കാൻ. അതാണ് എന്നെ സിനിമയിൽ എടുത്തിട്ട്. അപ്പൊ ഇവൻ കോമഡി കാണിക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു, ചിരിക്കുന്നു, ക്ലോസ് വരുന്നു, ചിരിക്കുന്നു, ക്ലോസ് വരുന്നു. എനിക്ക് ഒറ്റ കാര്യമേ ഉള്ളൂ, നാട്ടുകാരും കൂടി ഇതൊക്കെ കണ്ട് ചിരിക്കണം. ഇതിനകത്തൊരു കച്ചിലോറി വേണം. ബഡ്ജറ്റ് കുറവായിട്ട് മോളെ ഒന്ന് ഒഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യിക്കണം. തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന കച്ചിലോറി. തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന കച്ചിലോറി. പിന്നെ വേറൊരു കേസ് എന്ന് പറഞ്ഞാൽ ഒരു ഊമയായ ഒരു കഥാപാത്രമുണ്ട്. ഉണ്ടെന്ന് പോലും അറിയാൻ പറ്റില്ല. പോലും അറിയാൻ പറ്റില്ല. ആ സംസാരമില്ല, സൈലന്റ്. ആരെ പറ്റും? ആള് ഹോമിയോ ഡോക്ടറായ കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. സുധി. ആ നാട്ടില് എല്ലാവരുടെയും കണ്ണിലുണ്ണിയായ ഒരു വയറ്റാറ്റി തള്ളു. വയറ്റാട്ടി തള്ളയോ? അതെന്തായാലും ഈ വയറ്റാട്ടി തള്ളയാണ് അവിടെ എല്ലാ കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും പേരിടുന്നത്. അപ്പൊ ആർക്കും പറ്റും? നമ്മുടെ ചിന്നു. കഥാപാത്രത്തിന്റെ മേക്കപ്പ് ഞാൻ പറയാം. മുടി ഇവിടെ മുടി ഇവിടെ കയറ്റി വെച്ചിട്ടിട്ട് റൗക്കൊക്കെ ഇട്ട് റൗക്ക് മറ്റേ ഇത് ഇട്ടിട്ട് നന്നായിട്ട് മുഴുക്കും. ആഞ്ഞു കുത്തിക്കഴിഞ്ഞാൽ ഒടിഞ്ഞു പോണ ഒരു കമ്പുണ്ടാവും. പക്ഷെ ഒടിഞ്ഞു പോയിട്ട് കമ്പ് മാറില്ല, പുള്ളിക്കാരത്തി കുനിയും. കാലൊക്കെ ഉണ്ടല്ലോ കാച്ചില് പറച്ചായിരിക്കും. സമയായി, മതി, തിരക്കഥ കഴിഞ്ഞു. തീർന്നല്ല, ലാസ്റ്റ് അവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ തീർക്കും. അതെങ്ങനെ ഇനിയും ആർട്ടിസ്റ്റ് ഉണ്ട് ആ നാട്ടില്? ഒരു ചട്ടമ്പിയുണ്ട്. അവിടെ പുള്ളി ഭയങ്കര ചട്ടമ്പിയാന്നാ പുള്ളിയുടെ വിചാരം, നടത്തേം പോക്കൊക്കെ. പക്ഷെ പുള്ളിക്ക് എപ്പോഴും അടികൊള്ളാനേ ഉള്ളു സമയം. ഈ പടം വിജയിപ്പിക്കാൻ വേണ്ടി ഞാൻ അതും ചെയ്യാം. അതാണ് ആ ഒരു ക്യാരക്ടറിന്. അല്ലാതെ പ്രത്യേകിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല, ചെയ്തോണ്ടിരിക്കുന്ന കാര്യം അവിടെ. ഇത് ഒരു കൂട്ടം ജനസമൂഹത്തിന്റെ ആവശ്യമാണ്. ഈ വേഷം അടിമാലി തന്നെ ചെയ്യണം. അതെ, ഒരു ഗ്രാമത്തിന്റെ റിക്വസ്റ്റ് ആണ്. കഥ പറയുമ്പോ നീ എന്റെ അടുത്ത് മുമ്പേ ഇത് കഥ പറഞ്ഞതാണ്. അവസാനം നീ ഒരു സാധനം പറഞ്ഞ അത് നീ പറഞ്ഞല്ലോ ഇവിടെ. എടാ, വെങ്ങാനൂരുള്ള മാമൻ ചന്തന്ന് ഒരു ചെറുത്ത സ്വാമിയെ കൊണ്ടുവരും, അതാണ് നീ പറഞ്ഞത്. ബാക്കിയുള്ളവരൊക്കെ തലകം വിലക്കിടന്ന് ഓടട്ടെ. ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് ഇത്രയൊക്കെ തന്നെ കഥാപാത്രങ്ങൾ ഉണ്ടാക്കാൻ ശശുവിനെ സാധിക്കില്ല. പാടുപെട്ടു. അതാണ് രാജൻ ചേട്ടാ, ഈ ശശാങ്കന്റെ കഥയുണ്ടല്ലോ, 4 വർഷമായിട്ട് ഈ സ്റ്റാർ മാജിക് കിടന്ന് ഓടുക. 4 വർഷം കൊണ്ട് ഇത് കാണുന്നവരുണ്ട്, അവർക്കറിയാം പുതിയ കഥയാണ്. ശരി, എന്തായാലും ഈ കഥയുടെ മേന്മാരണം ഇനി നമ്മൾ ആർട്ടിസ്റ്റുകൾ ഡേറ്റ് കൊടുക്കണോ വേണ്ടോ എന്നുള്ളത് നമുക്ക് പിന്നീട് അറിയാം. ഈ വയറ്റാട്ടി തള്ളക്ക് 2 ഭർത്താക്കന്മാരുണ്ട്. ഇനി അതിന് നിങ്ങൾ
നിങ്ങൾ ഇടികൂടണ്ട, അത് വേറെ കാസ്റ്റ് ചെയ്തോളാം. ശരി, അല്ല ഇതാ ഈ വയറ്റാട്ടിത്തുള്ള ഈ പറയുന്ന അടിപൊളി ഇല്ലേ, പുള്ളിക്ക് അടിപൊളി എന്നുള്ള പേരിട്ടത് ഈ വയറ്റാട്ടിത്തുള്ള ആട് എന്ന് പറഞ്ഞ കഥയിൽ നമുക്കൊരു ടിസ്റ്റ് കൊടുക്കാം. അവിടെ ഭ്രാന്തം വന്ന് ചിരിക്കട്ടെ, ശരി. റിലാക്സേഷന് വേണ്ടി ഇവിടുത്തെ കോമഡി ഉണ്ടാവട്ടെ. അതെല്ലാം കൂടെ വെച്ചിട്ട് ഒരു കുഴക്കട്ട കിഴങ്ങ് വിൽപ്പനയും നടത്താം ആ നടക്കുന്ന സ്ഥലത്ത്. ആ സൈഡിൽ കൂടെ കിഴങ്ങ് വിൽപ്പന, ബോധമില്ലാത്ത നായക ചാടുന്നു, ആ സ്ഥലത്തേക്കാണ് ഒരു വ്യാജ ഹോമിയോ ഡോക്ടർ വരുന്നത്. ആ ജംഗ്ഷനില് തട്ടിയൊക്കെ ഇങ്ങനെ പൊക്കി വെക്കണം. ഏതെങ്കിലും പിള്ളേർ ഇങ്ങനെ തട്ടിക്കഴിഞ്ഞാൽ അകത്തു. കഥ ഫുള്ള് പറയണ്ട, ക്ലൈമാക്സും കൂടെ പറഞ്ഞു ത്രില്ല് പോലെ നമുക്ക് അഭിനയിച്ച് റിലീസ് ചെയ്യാനുള്ള അല്ലേ. കഥ ഇപ്പൊ ഇവിടം വരെ നിക്കട്ടെ. അങ്ങനെ കഥ പറഞ്ഞ് ഗെയിം കളിക്കാണ്ടിരിക്കാനുള്ള ഒരു അടവും കൂടിയാണത്. നമ്മളിപ്പോ ടീച്ചേഴ്സ് ഒക്കെ വരുമ്പോ ശ്രദ്ധ തിരിച്ചു വിടില്ലേ. അപ്പോ ഇനി ക്ലൈമാക്സിന് ശേഷം, ഞങ്ങൾ അഭിനയിച്ചതിന് ശേഷം നിങ്ങൾ ബിഗ് സ്ക്രീനിൽ നമ്മളിത് ഇത്രയും കഥാപാത്രങ്ങളായിട്ട് നമ്മളിവിടെ സ്കിറ്റ് അങ്ങ് ചെയ്യും. ഓക്കെ ഫൈൻ. വലിച്ചു നീട്ടാത്ത കാര്യം. ഏതായാലും ആ ഒരു സ്കിറ്റാണ് ഇവിടെ 4 കൊല്ലമായിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കണേ. അതാണ് സ്റ്റാർ മാജിക്. ഏതായാലും സ്റ്റാർ മാജിക്കില് ഇനി ഇന്നത്തെ ഗെയിമിലേക്കൊക്കെ പോകാനുള്ള സമയമായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ സ്റ്റാർട്ടിങ് തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് കുറെ നേരം ചിരിച്ചല്ലേ, അതിന്റെ ഒരു പോസിറ്റിവിറ്റി ഇവിടെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് വെക്കുക. ഇനി ഗെയിമും കൂടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലേ പറയേണ്ട ആവശ്യമില്ല. വെൽക്കം ഓൾ ഓഫ് യു, ഇത് സ്റ്റാർ മാജിക്. ഇനി നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ്സ് ഇനി മുതൽ ഒറ്റ ക്ലിക്കിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും കേട്ടോ. സൗത്ത് ഇന്ത്യയിലെ തന്നെ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഡിജിറ്റൽ റീറ്റെയിൽ നെറ്റ്വർക്ക് ആയിട്ടുള്ള മൈജിയുടെ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റ് ആയിട്ടുള്ള www.mygi.in എന്ന വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ഗാഡ്ജറ്റുകൾ സ്വന്തമാക്കാൻ സാധിക്കും. മൈജി ഓൺലൈൻ സൈറ്റിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ഓഫേഴ്സിലാണ് നിങ്ങൾക്ക് ഗാഡ്ജറ്റ് സ്വന്തമാക്കാൻ പറ്റുക. സോ ഹാപ്പി ഷോപ്പിംഗ് വിത്ത് മൈജി. ഈ ഒപ്പാരിത്തം എന്നുള്ള വേർഡ് കേട്ടിട്ടുണ്ടോ? ഒപ്പാരിത്തം കേട്ടിട്ടുണ്ട്. എന്തോ ഒപ്പാരിത്തം? അതെന്താണ്? അയ്യോ നല്ല കോമഡി. ഞാൻ പറഞ്ഞപ്പോ കേട്ടോന്ന്, ഒരാള് ചെയ്യുന്നത് കണ്ടിട്ട് അത് കോപ്പി അടിക്കണേനാണ് ഒപ്പാരിത്തം എന്ന് പറയാ. കഷ്ടപ്പെട്ട് എന്റെ ഡിസൈനർ ഒരു കോസ്റ്റ്യൂം ഇങ്ങനെ ഡിസൈൻ ചെയ്ത് കൊണ്ടുവന്നേ, വൃന്ദ കൊണ്ടുവന്നേ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഷോയിലെ പല ചാനലുകളിലും ഒപ്പാരിത്തം ചെയ്യുന്നുണ്ട്. പക്ഷെ അതെല്ലാം ചീറ്റി പോയിട്ടുണ്ട്. പല ചാനലുകളും സ്റ്റാർ മാജിക്കുമായിട്ട് ഒപ്പാരിത്തം നടത്താൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ അതെല്ലാം നിലയിൽ ചീറ്റി പോയിട്ടേ ഉള്ളൂ. അതുപോലെ തന്നെ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, എന്റെ കോസ്റ്റ്യൂമറെ കഷ്ടപ്പെട്ട് ഡിസൈൻ ചെയ്ത ഈ ഒരു ഡ്രസ് നിങ്ങൾ ഒപ്പാരിത്തം കാണിക്കാൻ ശ്രമിച്ചു, പക്ഷെ ഇവിടെ ചീറ്റി പോവാൻ വേണ്ടി പോവാണ്. എന്താ ഡ്രസ് വരെ പല ചാനലിലും ഒപ്പാരിസം ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്നാ ഉദ്ദേശിച്ച സാധനം അത് കിട്ടിയോ? നിങ്ങൾക്ക് സാധനം മാറ്റാണെങ്കിലും പൂസായാ മതി. കണ്ടോ? പക്ഷേ ഇത് എന്താ പറയാ, ഒപ്പാരിത്തം കാണിച്ചാൽ ചീറ്റിപ്പോവും. കാരണം സ്റ്റാർ മാജിക്കില് നമ്മളിനി പോവാൻ പോണ ഗെയിമിന്റെ പേരെന്താന്നറിയോ? ദൈവമേ, ചീറ്റിപ്പോവാണ്ടിരുന്നാ മതിയായിരുന്നു. ചളി പുരളലോട് പുരളൽ. ഞാൻ പറഞ്ഞു വന്നത്, കോപ്പി അടിക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ ദേഹത്തിൽ ചളി വീഴും. അത് ബാക്കി സ്റ്റാർ മാജിക്കിനെ കോപ്പി അടിക്കുന്നവരോടും പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. ഗെയിമിന്റെ പേരെന്താണ്? അക്ഷരസ്ഫുടതയോടുകൂടി പറയൂ. മൂവിംഗ് ഓൺ ടു ദി ഗെയിം ആൻഡ് ദാറ്റ് ഈസ് ചളി പുരളലോട് പുരളൽ. അനു ഒന്ന് ഒറ്റയ്ക്ക് പറയൂ. പറയാനു ചെളി പുളരലോട് പുളരൽ. ചളി പുരളലോട് പുരളൽ. ഓ മൈ ഗോഡ്, കണ്ടുപിടിക്കൂട്ടോ. 18 വയസ്സ് ഇംഗ്ലീഷുകാർ കൊച്ചു പറഞ്ഞല്ലോ. ചളി പുരളോട് പുരളൽ. ചെളി പുരലല്ലോ തങ്കച്ച തലയില്ലാത്ത മനുഷ്യൻ, അവന്റെ തലയെ കിടന്ന് പുരളുവാ ചെളി. ചളി പുരളലോട് പുരളൽ. അപ്പൊ ഇതിലും അസീസ്, ഇനി അസീസ് ചളി പുരലോട് ചെളി പുനലൂര്. ഓക്കെ ശരി. അപ്പൊ ഇനി എങ്ങനെ ഗെയിം കളിക്കണെന്ന് പറഞ്ഞുതരാം. 2 ടീമായിട്ട് ഓപ്പോസിറ്റ് ആയിട്ട് 2 ടീം നിൽക്കുന്നുണ്ട്. ഇവര് അതായത് അറ്റത്ത് നിൽക്കുന്ന ആൾക്ക് കൈന് സ്വാധീനം ഉണ്ടായിരിക്കും. ഓക്കെ, അതായത് സ്പോഞ്ച് എടുക്കുക. അതായത് നിങ്ങൾക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ശുദ്ധമായിട്ടുള്ള ഒരു പ്രത്യേക തരം വെള്ളം അവിടെ വെച്ചിട്ടുണ്ട്. അതിന് ചളി എന്ന് പറയും, കുറച്ച് കളർ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് ജസ്റ്റ് ഈ സ്പോഞ്ചിൽ മുക്കിയതിന് ശേഷം നിങ്ങൾ മാക്സിമം നിങ്ങളുടെ കോർട്ടിലേക്ക് എറിയാൻ നോക്കുക. ഈ 3 പേരും ഇത് ഡിഫെൻഡ് ചെയ്യാൻ തടയാൻ വേണ്ടിയിട്ടായിരിക്കും നിൽക്കുന്നുണ്ടായിരിക്കും. നിങ്ങൾ മാക്സിമം ഇവരെ കൊണ്ട് ഇടിപ്പിക്കരുത്. സെയിം പ്രോസസ് ഇവിടെ അങ്ങോട്ടും ചെയ്യണം. ഓക്കെ, ഏറ്റവും കൂടുതൽ സ്പോഞ്ച് നിങ്ങളുടെ ബാസ്ക്കറ്റിൽ കോർട്ടിൽ കളക്ട് ചെയ്യുന്ന ടീമായിരിക്കും ജയിക്കാൻ പോണേ. അതുകൊണ്ട് തന്നെ സ്റ്റാർ മാജിക്കില് ഇനി നമ്മൾ പോകാൻ പോണ ഗെയിമിന്റെ പേരാണ് ചളി പുരളലോട് പുരളൽ. സോ കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. ദേഹത്ത് വീഴും, ലക്ഷ്മി ദേഹത്ത് വീഴും.
ഇപ്പുറത്തേക്ക് വരരുത്. അഞ്ജന ചേച്ചി ശ്രദ്ധിക്കാം. ലൈനോട് ഇത്ര താല്പര്യം. വെരി ഗുഡ് മോളെ. ഓ എവിടെ അറിയുന്ന മോളെ? എടാ കൊറ മുഖത്ത്. Very good. ഇരിക്കുക. എവിടെ അറിയുന്നേ? ആ ചെളി പുരളലോട് പുരളൽ. ചെളി പുരളലോട് പുരളൽ. അത് തന്നെ അത് തന്നെ അത് തന്നെ. ആ അതെ അതെ അതെ. ചെളി പുരളലോട് പുരളൽ. സൂക്ഷിച്ച് കളിക്കണേ, സൂക്ഷിച്ച് കളിക്കണേ. ആ ചെളി പുരളലോട് പുരളൽ. അയ്യോ അയ്യോ എഴുന്നേക്കോ. കോമഡി കാണിച്ച് എന്നെ തല്ലോട്. എന്നിട്ട് ഞാൻ കാണിക്കട്ടാ. അപ്പൊ ഇല്ല തങ്കച്ചൊന്നും പിടിക്കില്ല കേട്ടോ. വെരി ഗുഡ്. ചെളി പുരളലോട് പുരളൽ. നിങ്ങളെ തടയുമെങ്കിലും ചെയ്യും. സൂക്ഷിച്ച്. ഇനി ഇത് തന്നെ പണി. അമ്മോ അഞ്ജന അഞ്ജന കണ്ണെഴുതി. 142. Very good. അതുപോലെ ആ കൊടു. സൂപ്പർ, അടിപൊളി. അപ്പൊ നമ്മളിപ്പോ കളിച്ച ഗെയിമിന്റെ പേരെന്തായിരുന്നു? ചെളി പാണ്ടിക നൽകിട്ട് വെടി കൊണ്ടായി വീഴുന്നത്. ഇത് മറ്റേ സ്പോഞ്ച് മുക്കിയിട്ട് അവിടെ തന്നെ ഒഴിക്കും. അപ്പോഴിരിക്കാൻ പറ്റില്ല. ഗെയിം എങ്ങനെയുണ്ടായിരുന്നു? അവിടെ ഇപ്പോഴും വീഴ്ച കഴിഞ്ഞിട്ടില്ല. ഗെയിം എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി ഗെയിം. നല്ല സൂപ്പർ തെന്നി വീഴ്ചൽ ഗെയിം. അനു ചെളി ചെളി പുളരലോട് ചെളി പുളരലോട് പുളരൽ. പറ. ചെളി പുളരലോട് പുളരൽ. ഇത് പറഞ്ഞാൽ നീ ജയിച്ചായിട്ട് ഞങ്ങൾ പ്രഖ്യാപിക്കും. ഞാൻ ഇപ്പൊ കറക്റ്റ് പറഞ്ഞു. ഇത് പറഞ്ഞാൽ ജയിക്കൂന്ന് അനു. ഇനി നീ ഒറിജിനലായിട്ട് നന്നായിരുന്നു കേട്ടോ ഗെയിം. നന്നായിരുന്നു. ഓക്കെ പറയാം. 1.5 ഗെയിം ആയിരുന്നു. അടിപൊളി. ആ മോനെ ചെളി പുരളലോട് പുരളൽ. ഓക്കെ, ചളി പുരളലോട് പുരളലിന്റെ സെക്കൻഡ് റൗണ്ട് എന്ന് പറയുമ്പോഴേ ഇനി കുറച്ചും കൂടെ ആൾക്കാരുടെ മേല് ചളിയാവാനുണ്ട്. അപ്പൊ അവരിങ്ങനെ കളിക്കാൻ നോക്കാം. ഇപ്പോഴത്തെ ഓൾ ടോട്ടൽ ഒരു പോയിന്റ് നിലാന്ന് നോക്കുമ്പോൾ നമ്മുടെ സുധിചേട്ടന്റെ ടീമാണ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 22 പോയിന്റ് ആണ് സുധിചേട്ടന്റെ ടീമിന് കിട്ടിയിട്ടുള്ളത്. ആൻഡ് നെൽസൺ ചേട്ടന്റെ ടീമിന് ഇപ്പൊ 9 പോയിന്റ് ആണ് കിട്ടിയിട്ടുള്ളൂ. ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1.
എല്ലാ അർത്ഥത്തിലും ആവോളം. അത് തന്നെ, എല്ലാ അർത്ഥത്തിലും. ഫൗൾ കളിക്കരുത്. ഷിയാസിന് തടയാൻ പറ്റില്ല. ലൈന്റെ ഫ്രണ്ടിൽ വരരുത്. ഹലോ, മര്യാദ കളിക്കണം. ഞങ്ങളുടെ ഹോളിൽ വന്ന് നിങ്ങൾ തട്ടിക്കളയരുത്. അത് ഞങ്ങൾക്ക് ശല്യം, ഞങ്ങൾക്ക് അത് പറ്റുന്നില്ല. അത് ഈ രമേശ് ചെന്നിത്തലല്ല, സംഗീത മേനോൻ. ചേട്ടൻ അവിടെ ഉണ്ടോ? പോലും തീർന്നിട്ടില്ല. എടി നെൽസിന് വരച്ചു കൊടുക്കുക. എടുത്തു കൊടുക്കാമോ? അല്ല, സാധനം തീർന്നാ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? എടുത്തോളൂ. ഓക്കെ, അപ്പൊ ഇതിലും രണ്ട് ടീമും ഏകദേശം ഗെയിം കളിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. 2 റൗണ്ടും കഴിഞ്ഞു. അപ്പൊ പിന്നെ ടോട്ടൽ പോയിന്റ്സ് മാത്രം നോക്കിയാൽ മതി. വലിയ കാര്യമായിട്ട് നോക്കാനൊന്നുമില്ല. ടീം ക്യാപ്റ്റന്റെ അവിടെ ഒരു സ്പോഞ്ച് പോലും അനങ്ങിയിട്ടില്ല. ഉണ്ടല്ലേ? കുറെ ഇട്ടിട്ടുണ്ടോ? ശരി, കുറെ ഇട്ടിട്ടുണ്ടെന്ന് പിള്ളേര് കട്ട സപ്പോർട്ടിൽ പറയുന്നുണ്ട്. അപ്പൊ ഓൾ ടോട്ടൽ ഇത് കൗണ്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നിങ്ങളുടെ ചാക്ക അവിടെ നിറഞ്ഞു. എന്ന് വെച്ചാ ഈ ഗെയിം കഴിയുമ്പോ എന്തായിരുന്നു ഗെയിമിന്റെ പേര്? ചളി പുരളലോട് പുരളൽ. അങ്ങനെ മൊത്തത്തിൽ പുരണ്ടിട്ടുള്ളത് നമ്മുടെ നെൽസൺ ചേട്ടന്റെ ടീമിനാണ്. ഓൾ ടോട്ടൽ നമ്മുടെ സുധിച്ചേട്ടന്റെ ടീം സ്കോർ ചെയ്തിട്ടുള്ളത് 52 പോയിന്റ്സ് ആണ്. ആൻഡ് ഇപ്പുറത്തെ ടീം നെൽസൺ ചേട്ടന്റെ ടീം ടോട്ടൽ സ്കോർ ചെയ്തിട്ടുള്ള 31 പോയിന്റ്സ് ആണ്. നോട്ട് ബാഡ്, വെരി ഗുഡ്. അപ്പോ ഈ ഒരു ഗെയിം കഴിയുമ്പോൾ ജയിച്ചിട്ടുള്ളത് സുധിച്ചേട്ടന്റെ ടീമാണ്. കൺഗ്രാറ്റുലേഷൻസ് ടു കസു ആൻഡ് ടീം. കുട്ടികൾക്കായി ഇതാ ഇ-മാസ്റ്റർ ഡിജിറ്റൽ എഡ്യൂക്കേഷൻ ആപ്പ്. കേരള സിലബസിൽ 8ാം ക്ലാസ് മുതൽ +2 ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇ-മാസ്റ്റർ. ശരിക്കും ഇംഗ്ലീഷ് മീഡിയത്തിനും അതുപോലെ തന്നെ മലയാളം മീഡിയത്തിനും പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും വേണ്ടിയിട്ട് ഉപകാരപ്രദമായിട്ടുള്ള ഒരു എഡ്യൂക്കേഷണൽ ആപ്പാണ് ഇ-മാസ്റ്റർ. അതുമാത്രമല്ല, സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച എക്സ്പേർട്സ് ആയിട്ടുള്ള അധ്യാപകരാണ് ലൈവ് റെക്കോർഡഡ് ക്ലാസുകൾ നിങ്ങൾക്കായി ഇ-മാസ്റ്ററിലൂടെ നൽകുന്നത്. അത് മാത്രമല്ല, 8ാം ക്ലാസ് മുതൽ സ്പെഷ്യൽ സിവിൽ സർവീസ് കോച്ചിങ് ക്ലാസുകളും നിങ്ങൾക്കായി ഇ-മാസ്റ്ററിലൂടെ ലഭിക്കും. സോ ഇപ്പൊ തന്നെ ഡൗൺലോഡ് ചെയ്യൂ ഇ-മാസ്റ്റർ ഡിജിറ്റൽ എഡ്യൂക്കേഷൻ ആപ്പ്. പണിഷ്മെന്റ് കൊടുക്കേണ്ട ഒരു സമയമാണ് ഇനി എന്ന് പറയുന്നത്. അപ്പോ പണിഷ്മെന്റ് എന്ന് പറയുമ്പോ നിങ്ങൾക്കറിയാലോ, സ്റ്റാർ മാജിക്കിന്റെ ഈ ഒരു പോക്ക് എന്ന് പറയുമ്പോഴേ പണിഷ്മെന്റ് എന്ന് പറയുമ്പോ കളിക്കാത്ത ആൾക്കാണ് പണിഷ്മെന്റ്. ഈ ഒരു ഗെയിം കളിക്കാത്തത് ആരായിരുന്നു? ഞാൻ വെറുതെ ചാള മേടിക്കാൻ വന്നപ്പോ കേറി. നീ ചാളയാണോ? 1 കിലോ എടുക്കട്ടെ. ഓക്കെ, അപ്പൊ ഇനി കൂടുതൽ ചോദ്യം പറിച്ചില്ലൊന്നും വേണ്ട. ജയിച്ചിട്ടുള്ള ടീം സുധിച്ചേട്ടന്റെ ടീമാ. അവർക്ക് ഇതാ നല്ല ചൂടോടുകൂടി ചാട്ട ഇവിടെ തോറ്റ ടീമിന്റെ മേൽ ഉപയോഗിക്കാം. കമോൺ. എന്തായാലും അഭ്യാസം കാണിക്കാറുണ്ടോ? ഇത്ര നേരം ഇവിടെ അഭ്യാസമല്ലേ കാണിച്ചത്? കൊറേ തവണ ഉരുണ്ട് വീണല്ലേ കേട്ടോ. 2 പ്രാവശ്യം കറങ്ങൂന്ന് പറഞ്ഞായിരുന്നു. അത് കാണിക്കാൻ ഇപ്പോഴോ? ഇല്ല. നിന്നോ? ഇവന്റെ ഭാഗ്യമാണ് കേട്ടാ. അടി പേരിനൊരു പേര്. നിന്നോ, പ്രശ്നമില്ല. പുതിയ പാൻറ്റൊക്കെ ഇട്ടോണ്ട് വന്ന് അടി മേടിക്കാൻ പോവാണ്. അടിക്ക് അടിയും കൊണ്ട് അടുത്ത ഫ്ലൈറ്റിന് വാപ്പാക്ക് വീട്ടിൽ പോകണം. അറിയപ്പെടുന്ന ഒരു മോഡലിന്റെ ബാക്കിൽ അടിക്കാനായിട്ട് ഇതിൽ കൂടുതൽ ഒന്നും ഇല്ല എനിക്ക്.
നല്ല അടിയാണ് കുഴപ്പമില്ല വിമാനത്തിൽ വാപ്പ തിരിച്ചു വരും അപ്പൊ അടുത്ത ആഴ്ച അടിക്കാം യാസിനൊരു ഞൊണ്ടല്ലേ ഐശ്വര്യ വാ. അടുത്ത ആള് ഞാന് അടി കൊണ്ട് തന്നെ റിലേ പോയി അവര് നിങ്ങളുടെ ടീമിൽ കയറി നിൽക്കുക. ഞാൻ ഇക്കടെ ടീം ആണോ? അല്ല എന്റെ ടീമിൽ വരുന്നവർക്ക് ഒരു നടയടി കൊടുത്തിട്ട് ഞാൻ എന്റെ ടീമിൽ കേട്ടോളൂ. വന്നിരുന്നു മക്കളെ. ഒരു നീ ഇത് മക്കളെ. ഓക്കെ കേട്ടോ. 1 2 3 ഗോ. ഓ ചിരട്ടമുട്ട് പൊട്ടിയതിന്റെ ഒച്ചാണോ കേട്ടെ? മക്കള് കൊണ്ടൊക്കെ ഇനി നമ്മുടെ ടീം കൊണ്ടുകഴിഞ്ഞ് മാമളെ മാമളെ വാ. നമ്മളെ ചാട്ടവാർ തരാനാണ് വിളിക്കല്ല ചോക്കോവാർ തരാനല്ല പണ്ട് നമ്മള് സ്കൂളിൽ പോകുമ്പോഴേ നിക്കറി ചേട്ടാ ഒരുപാട് തവണ വീട് ഇല്ല മോളെ എന്നെ 5 അടി അടിച്ചില്ല മോളെ ആ, പിന്നെ ഞാൻ 5 അടി വാങ്ങിച്ചിട്ട് മിണ്ടാതെ പോയി ജയിച്ച സമയത്ത് പറയല്ലേ ഒരുപാട് സോപ്പ് ചേട്ടാ ശരീരം നോക്കണേ കേട്ടാ സൂക്ഷിക്കണേ കേട്ടാ മക്കളെ ചെന്ന് നില്ല് മോളെ തങ്കച്ചന്റെ പാന്റ് ലാമിനേഷൻ ചെയ്താടാ. നില്ല് മോളെ അങ്ങനെ നിൽക്കും മോളെ കണ്ണാടി വെക്കും മോളെ ആ ഇന്നസെന്റിനെ പോലെ ഇരിക്കണം അങ്ങോട്ട് തിരിഞ്ഞു ഓക്കെ ഓക്കെ മോളെ എന്തിനാണ് അത്ര ഡയലോഗ് പറഞ്ഞേ? അടി കൊള്ളുമ്പോ റഹ്മാൻ ബാ. ദയവായി നെൽസൺ ചേട്ടൻ കടന്നു വരേണ്ടതാണ്. 16 വയസ്സായ ഒരു കുഞ്ഞിന്റെ കയ്യിൽ നിന്ന് അടി വാങ്ങുന്ന 54-കാരനെ അല്ല 16 വയസ്സായ 61 വയസ്സുകാരന് അടി മേടിക്കാൻ ഒരു അതിമനോഹരമായ കാഴ്ചയാണ് ഇവിടെ കാണാൻ പോകുന്നത്. റെഡിയായാ ഞാൻ റെഡിയായി. ഓക്കെ നെൽസണിൽ ഞാൻ ചത്ത് കിടന്നാലും പിന്നെ ചമഞ്ഞ കിടക്കുള്ളു. 1 2 3 ഗോ. ആലിമൂടിന്റെ കയ്യിൽ നിന്ന് റഹ്മാൻ അടി വാങ്ങിച്ചിരിക്കുക. ആലിമോടിന് റഹ്മാൻ അടി മേടിച്ചെന്ന് ചേട്ടാ വെറുതെ അവരുടെ വായിലിരിക്കണ കേക്കണ്ട. ഒരു തുള്ളി പോലും കറയില്ലാത്ത ഒരു മനുഷ്യനെ തല്ലാൻ പറ്റുക എന്നുള്ളത് വലിയ ഭാഗ്യമാണ്. ചേട്ടാ, ഞാൻ കറ ബാക്കി പുറത്തുനിന്ന് എടുക്കുക ഞാൻ തുള്ളി പോലും. അത് അടിക്കടി പിന്നെ ഞാൻ ഒരു പാട്ടുകളെ പാടാം. എന്താ നിന്നെ പിടിക്കാൻ ഞാനേ ഉള്ളൂ, അത് നീ മനസ്സിലാക്കി. ആസ്വദിച്ചടിക്കേണ്ടേടി ഇതൊക്കെ ചുമ്മാ തന്നെ കള്ളവാറ്റല്ലേ ആസ്വദിച്ചടിക്കാൻ തോട്ടി പോയിരുന്ന്. ഓടാ അവിടുന്ന്. കഴിഞ്ഞോ ഈ മനോഹരമായ കാഴ്ച കഴിഞ്ഞോ? സംഗീത ചേച്ചി ഗീതമേ ഒരു പെക്കടിച്ച ടച്ചിങ്സ് വേണ്ടേ? നിൻ പൂഞ്ചിറകിൽ നിന്നോമലാൽ തൻ കണ്ണീരു അടി കിണ്ണം കിടക്കാച്ചി വാളവെള്ളം വെച്ച് കെട്ടിക്കണേ സൗണ്ട് വേറെ. സമയം ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്, ക്ലോക്കും ഓടിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റാർ മാജിക്കിൽ ഇവിടെയും കുറെ ഓട്ടവും ചാട്ടവും ഒക്കെ ഉണ്ടായി. അപ്പൊ ഏതായാലും ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. സോ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. So now we are saying bye from E-Master presents Can Me Online English Star Magic. Tata, bye bye, good night.